ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഒരു ചെറിയ തിരുവാതിര വിശേഷമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ധനുമാസ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ ഈ തിരുവാതിരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹാദേവൻ്റെ പിറന്നാളും അതുപോലെ തന്നെ പാർവതി ദേവി ഇതേ ദിവസം മഹാദേവനെ വിവാഹം ചെയ്യാനായിട്ട് തപസ്സിരുന്ന് ഭഗവാനെ സ്വന്തമാക്കിയ ദിവസമാണ് നമ്മൾ ധനുമാസ തിരുവാതിര കളിച്ച് ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് ഈ തിരുവാതിര പഠിപ്പിച്ചു തന്നത് ശ്രീ പത്മനാഭ നാട്യകലാ കേന്ദ്രം സ്കൂളിലെ ടീച്ചർ ഡോക്ടർ ലക്ഷ്മിപ്രിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 16 പേരുണ്ട്. അപ്പോൾ ഈ 16 പേരും പല പല ബാച്ചസായിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരെന്ന് വെച്ചാൽ പകുതിക്ക് വെച്ചിട്ട് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ, അതായത് ഡാൻസ് പാട്ട് എന്ന് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ പകുതിക്ക് വെച്ച് നിന്ന് പോയി അതൊക്കെ ഒന്ന് പൊടി തട്ടി ഉണർത്തിയെടുത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഈ ഒരു ടീമിലുണ്ട്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഈ ഒരു തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയത്. അപ്പോൾ ഇത് തിരുവാതിര പ്രാക്ടീസിൻ്റെ ഇടയ്ക്കുള്ളൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചേർന്നിട്ട് ഏത് മാലയിടും, കമ്മലിടും, അതുപോലെ നമ്മുടെ സാരി ഏതാണ്, ഈ വക ചർച്ചയൊക്കെ ആയിരുന്നു തലേ ദിവസം. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും ഒത്തുകൂടി കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വേലിയൂർക്കോണം മഹാദേവർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കുമാരപുരത്തുള്ളൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു തിരുവാതിര. അപ്പോൾ എല്ലാവരും ഒരുങ്ങി സുന്ദരിമാരായിട്ടായിരുന്നു കേട്ടോ വന്നത്. നല്ല രസമുണ്ടായിരുന്നു ഓരോരുത്തരെയും കാണാനായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി വൈകിയായിരുന്നു കേട്ടോ എത്തിയത്. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേനും ഇവിടെ ടീച്ചറൊക്കെ വിളക്ക് ഒരുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഈ വിളക്കൊക്കെ ഒരുക്കുന്നു, കുറച്ച് പേര് തൊഴാനായിട്ട് പോയി, പിന്നെ കുറച്ച് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പം അതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ ഒരുങ്ങി വന്ന് കുറേ പേരൊക്കെ കൗതുകത്തോടെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തിരുവാതിര നന്നായിട്ട് കളിക്കാൻ പറ്റണമെന്ന് ഭഗവാനോട് നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾക്ക് 2-3 ദിവസമാണ് ആകെ പ്രാക്ടീസിന് കിട്ടിയത് കേട്ടോ. എന്തായാലും തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനായിട്ടൊക്കെ. പിന്നെ എന്തായിരുന്നു, ഇതൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു 4 പേര് ഒന്നിച്ച് ടീച്ചറിൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്നതാണ്. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ആ ഒരു പ്രാക്ടീസ് സെഷന് പോയപ്പോഴാണ് പരിചയപ്പെട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അധികം വൈകാതെ തിരുവാതിരയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കളിക്കാൻ സാധിച്ചു. കാരണം കണ്ടു നിന്ന് എല്ലാവരും പറഞ്ഞു നല്ലൊരു തിരുവാതിരയായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും നമ്മുടെ ടീച്ചർക്ക് തന്നെയാണ് കേട്ടോ, ഇത്രയും പേരെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ടീച്ചർ ഡോക്ടർ ലക്ഷ്മിപ്രിയ. ഭയങ്കര സ്വീറ്റാണ് കേട്ടോ ആൾ. അപ്പോൾ ഈ കാണുന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആ തിരുവാതിര വളരെ സക്സസ്ഫുള്ളായിട്ട് കളിച്ചതിൻ്റെ സന്തോഷം പങ്കിടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, കാരണം നമ്മുടെ ആ ടെൻഷനൊക്കെ ഒന്ന് മാറി. അങ്ങനെ ഞങ്ങളുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വേറൊരു ടീമിൻ്റെ തിരുവാതിരക്കളിയും അതുപോലെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നപ്പോഴാണ് നമുക്ക് പായസത്തിൻ്റെ ഒരു വിളി വന്നത്. എന്തായാലും നല്ല അടിപൊളി പായസമായിരുന്നു. അടിപൊളി പായസം എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. വൻപയറും അതിൽ തേങ്ങ ചിരകിയതും അതുപോലെ കടുക് താളിച്ചൊക്കെ ഇട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അരിപ്പൊടിയിലൊരു പായസം, പിന്നെ നമ്മുടെ സാധാ ശർക്കര പായസം. അപ്പോൾ അങ്ങനെ ഒരു 3 ഐറ്റംസ് കിട്ടിയായിരുന്നു. അങ്ങനെ ഈ പായസവും പ്രസാദവും ഒക്കെ കഴിച്ചു, കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ആ ഡാൻസൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷമായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടി ഒരുങ്ങി വന്ന് ആ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു മണമുണ്ടല്ലോ, അതും അതുപോലെ അമ്പലത്തിൻ്റെ ആ ഒരു എന്താ പറയുക, കൊട്ടും പാട്ടും എല്ലാം കൂടെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രസാദം എല്ലാം കഴിച്ചപ്പോഴേ വേറൊരു പാക്കറ്റ് കയ്യിൽ വന്നു. അപ്പോൾ അത് നമുക്ക് തന്ന ഒരു ഫുഡായിരുന്നു കേട്ടോ. അതായത് പൂരിയും കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കളിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പാവം ചേട്ടന്മാർ നമുക്ക് ആഹാരമൊക്കെ തന്നിട്ടാണ് വിട്ടത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു, ആളും ഒഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു. ഇനിയും ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ഇതുപോലെ കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങളൊക്കെ പിരിഞ്ഞു കേട്ടോ.